ഒന്നാമതൊരു ഗുണം കൂടി വരാനുണ്ട്. അത് വനശാത്തുൽ ഇബാദത്തി, ഇബാദത്ത് ചെയ്യാൻ നിനക്ക് വല്ലാത്ത ഉന്മേഷം തോന്നും. അത് വളരെ പ്രധാനമാണ്. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിസ്കാരത്തെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തൊരു മടിയാണ്. ഇനിയിപ്പോൾ അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. നിസ്കരിക്കാൻ പോകാൻ താല്പര്യമില്ല, നമസ്കാരത്തിന് ബാങ്ക് കേട്ടാൽ തന്നെ പോകാൻ താല്പര്യമില്ല, ജമാഅത്തിന് പോകാൻ ഒട്ടും താല്പര്യമില്ല, സുബഹിക്കതാ ബാങ്ക് കേട്ടാലും പോകാൻ താല്പര്യമില്ല. കാരണം എന്താണ്? മനസ്സിൽ നിഫാഖാണ്. മനസ്സിൽ നിഫാഖ് കേടിയിട്ടുള്ള ആളുകൾക്ക് ഖുർആൻ ഒരു സ്വഭാവം പറയുന്നുണ്ട്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. നിസ്കാരത്തിനവര് പോയി നിന്നാൽ തന്നെയും മടിയന്മാരായിട്ടല്ലാതെ അവർ നമസ്കരിക്കില്ല. ഭയങ്കര മടിയായിരിക്കും. ഇതൊന്നും കഴിഞ്ഞിട്ടാ മതി, കോട്ടവായിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മനസ്സ് പലയിടത്തുമായിട്ട് ഒരിടങ്ങേറിൽ എന്തോ ഒരു കടമ ചടങ്ങ് നിർവഹിക്കും പോലെ ഇരിക്കും മുനാഫിഖിന്റെ നമസ്കാരം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്. പലപ്പോഴും നമ്മളെ നിസ്കാരമൊക്കെ അങ്ങനെയായി പോവുകയാണ്. ഇനി നിസ്കരിക്കാനാണ് നിന്നാ തന്നെയും അതാ കൈ കെട്ടുന്നതും കാണാം, സലാം വീട്ടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാ മതി. അത്ര പെട്ടെന്നാണ് അവന്റെ നിസ്കാരം. അള്ളാനെ ഒന്ന് സമാധാനത്തോടെ ഓർക്കാൻ അവന് നേരമില്ല, റുകൂൾ ചെയ്യാൻ അവന് നേരമില്ല, സുജൂദിലൊന്ന് അമർന്ന് കിടക്കാൻ അവന് നേരമില്ല. അപ്പോഴേക്കും അവന് തിരക്കവന്റെ മനസ്സിൽ ഇങ്ങനെ ഇബ്ലീസ് തോന്നിപ്പിച്ചു പോയി. അതാണ് ഖുർആൻ അടുത്തത് പറയുന്നത്, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ നേരമല്ലാതെ മുനാഫിഖ് നിസ്കാരത്തിൽ അള്ളാനെ ഓർക്കുകയില്ല. പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് കഴിയും. എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. കോഴി കൊത്തും പോലെയുള്ള സുജൂദും നിസ്കാരവും പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നു. എത്ര പെട്ടെന്നാണ്! അവൻ അള്ളാന്റെ മുമ്പിൽ ഒന്ന് ശരിക്കൊന്ന് ഓതാൻ കഴിയുന്നില്ല, ശരിക്കൊന്ന് റുക്കൂയിൽ അവൻ ദിക്ർ ചൊല്ലുന്നില്ല, ശരിക്കൊന്ന് സുജൂദിൽ അവൻ പ്രാർത്ഥിക്കുന്നില്ല. കൃത്യമായിട്ടൊരടക്കവും ഒതുക്കവും ഇല്ലാത്ത പെട്ടെന്ന് കഴിച്ചു കൂട്ടുന്ന നിസ്കാരമാണ്. എന്താ കാരണം? മരിക്കണമെന്ന ബോധമില്ല. മരണചിന്തയുണ്ടെങ്കിൽ ഇബാദത്തിനൊരു ഉന്മേഷമുണ്ടാകും. അതാ രാത്രിയിൽ നിസ്കരിക്കണമെന്ന് തോന്നും, സുന്നത്ത് നോമ്പെടുക്കണമെന്ന് തോന്നും, ഖുർആൻ എടുത്തോതണമെന്ന് തോന്നും, നല്ല നല്ല സദസ്സുകളിൽ വരണം എന്ന് തോന്നും, നല്ലത് മാത്രം കാണണം എന്ന് തോന്നും, നല്ലത് മാത്രം കേൾക്കണം എന്ന് തോന്നും, നല്ല നല്ല കാര്യങ്ങളിലേക്ക് മാത്രം പണം ചെലവഴിക്കണം എന്ന് തോന്നും. അതല്ലെങ്കിലോ അവന് യാതൊരു നിലക്കും ഉന്മേഷമില്ലാതെ അവന് ഏറ്റവും വലിയ മടിയനായി മാറുന്നു. അതാണ് പിന്നീട് പണ്ഡിതന്മാർ പറയുന്നത്, മരണം ഒരാൾ മറന്നു കളഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവന് ശിക്ഷിക്കപ്പെടുകയാണ്. ഒന്നെന്താണ്? തസ്വീഫു തൗബ. തൗബ അവൻ ചെയ്യില്ല. അത് സൗഫ സൗഫ, പിന്നെയാവാം പിന്നെയാവാം എന്ന നിലക്ക് അവൻ തൗബ നീട്ടിയിടും. ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരു തൃപ്തി അവൻ ഉണ്ടാവില്ല. മനസ്സിലെപ്പോഴും ടെൻഷനാണ്, പോരാ പോരാ എന്ന ചിന്തയാണ്. മൂന്നാമതോ ഇബാദത്തിൽ അവൻ മടിയനാണ്. ഒരു ഇബാദത്തിന് ഉന്മേഷമല്ല. ഖുർആനൊക്കെ എടുത്തുകൊണ്ട് ഓതാൻ ഒരുങ്ങിയ കുറച്ചാണ് ഓതുമ്പോഴേക്ക് തന്നെ ഉറക്കം വന്നു. നല്ലൊരു സദസ്സിൽ വന്ന് ഇരുന്നാ മതി, കുറച്ച് കേൾക്കുമ്പോഴേക്ക് തന്നെ ഉറങ്ങിപ്പോയി, മയങ്ങിപ്പോയി, താല്പര്യമില്ല. അതേ അവസരത്തിൽ അവൻ ന്യൂസ് കേൾക്കാനിരിക്കുകയാണ്. അതാ ചിത്രങ്ങൾ മിന്നി മറയുകയാണ്. ഉടുത്തവളും ഉടുക്കാത്തവളും രംഗത്ത് വന്ന് ആടിത്തിമർക്കുകയാണ്. കാണുമ്പോൾ എന്തൊരാനന്ദമാണ്. രാത്രി 2 മണി വരെ 3 മണി വരെ ഇരുന്നാലും മടുപ്പ് തോന്നുന്നില്ലല്ലോ. എന്തേ കാരണം? ഇബ്ലീസ് അവനിൽ അടക്കി ഭരണം നടത്തുകയാണ്. അങ്ങനെ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോ മനുഷ്യൻ ഓർക്കണ്ടേ, ഞാനാണ് മരിച്ചുപോയാലോ ഈ നേരത്ത്? അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു സംഗതി ചെയ്തുകൊണ്ടേ എത്രയോ ആളുകൾ കണ്ടിട്ടില്ലേ? പത്രത്തിൽ നമ്മൾ വായിക്കുന്നു, മാപ്പിള പേരുള്ള ഈ ഖൈറുമ്മത്തിലെ മെമ്പർമാര് ബാറിൽ കുഴഞ്ഞു വീണ് ഹാജിയാര് മരിച്ചു എന്നുള്ള വാർത്ത പത്രത്തിൽ കേൾക്കുന്നു, പത്രത്തിൽ വായിക്കുന്നു. ബാറിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ തന്നെ പൂരം കാണാൻ പോകുമ്പോ മോട്ടോർ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. കരിമരുന്ന് പൊട്ടിക്കുന്നതിന് ഇടയ്ക്ക് മരിച്ചുപോയി. അങ്ങനെ പലരും പല രൂപത്തിലുള്ള ഏറ്റവും വലിയ സൂൽ ഖാത്തിമത്ത്, മോശപ്പെട്ട മരണം മരിക്കുന്നില്ലേ? അല്ലാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം, ഹുസ്നുൽ ഖാത്തിമത്ത് തരണേ അല്ലാഹ്. നല്ല മരണമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനെന്ത് വേണം? അതിന് വേണ്ട ഒരുക്കം വേണം, അതിനു വേണ്ട ഒരുക്കം വേണം. അത് മനുഷ്യരിൽ ഉണ്ടാക്കാൻ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു.
ജീവിതത്തിന്റെ തിരക്കിനിടയിൽ മരണചിന്ത മറന്നു പോകുമ്പോ ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ചില കാര്യങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സിയാറത്തുൽ ഖുബൂർ, ഖബറുകൾ ഇടയ്ക്കിടെ പോയി സന്ദർശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ സന്ദർശിക്കുവീൻ, ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കണം. കാരണം നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാക്കും, മരണചിന്തയുണ്ടാക്കും. നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ അതാ ബോർഡുകൾ കാണുന്നു. ചിലയിടത്തൊക്കെ എത്തുമ്പോ ഗ്രേവ് യാർഡ് എന്ന് ഇംഗ്ലീഷിലും മക്ബറ എന്ന് അറബിയിലും കാണുമ്പോ സൗകര്യമുള്ള നേരമാണെങ്കിൽ 5 മിനിറ്റ് വണ്ടി ഒന്നൊരു ഭാഗത്തേക്ക് സൈഡാക്കി ഒതുക്കിയിട്ട് അതാ നൂറുകണക്കിന് ആളുകളെ മറമാടിയിട്ടുള്ള ആ മക്ബറയൊന്ന് പോയി കാണാൻ, അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിച്ചാൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണത്. ഖബറുകൾ ഇടയ്ക്ക് കാണണം. അതെന്തിനാ? എനിക്കും കിടക്കണമല്ലോ, മരിക്കണമല്ലോ എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണേ. കാരണം എന്താ? ആരാണ് ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ? എന്താണതിലുള്ളത്? മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്, മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഖബർ കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തയാണ് വരേണ്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ നിയന്ത്രണം വിട്ട് വാവിട്ട് കരയാറുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ ആ ജനാസകളുടെ പിന്നാലെ പോകലും ജനാസ നമസ്കരിക്കലും ജനാസ ഖബറടക്കുന്നത് വരെ ആ ജനാസയുടെ കൂടെ തന്നെ കഴിയലുമൊക്കെ ഏറ്റവും പുണ്യകർമ്മമായി ഇസ്ലാം നിശ്ചയിച്ചതും എന്തുകൊണ്ടാണെന്നോ, നമുക്കതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ കഴിയുന്നു. അതിന് നമ്മൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോ പാഴാക്കരുത്. ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ